നിന്റെ മാത്രം സഖി ഭാഗം 4. ജീൻസും മുയലിൻ്റെ ചെവിയുമുള്ള ഒരു പിങ്ക് കളർ ടോപ്പായിരുന്നു മിന്നു ധരിച്ചത്. അതിൽ അവളെ കാണാൻ ക്യൂട്ടായിരുന്നു. ജീൻസും ചുവപ്പും ബ്ലാക്കുമുള്ള കളമുള്ള ഒരു ഷർട്ടായിരുന്നു ലച്ചുവിൻ്റേത്. രണ്ടുപേരും മുറിയിൽ നിന്ന് ഇറങ്ങി ചുറ്റും നോക്കി. ആരെയും കാണുന്നില്ല. അവർ വാതിൽക്കലേക്ക് നടന്നു. ഒന്ന് വേഗം വാ, രാം അവരെ നോക്കി പറഞ്ഞു. മിന്നു, നിനക്ക് നന്നായി ചേരുന്നുണ്ട്. താങ്ക് യു സിദ്ധുവേട്ടാ. സിദ്ധുവേട്ടൻ്റെ സെലക്ഷൻ മോശമാവില്ലല്ലോ, എനിക്കിഷ്ടമായി, അവൾ ചിരിയോടെ അവനെ നോക്കി പറഞ്ഞു. ലച്ചുവിന് അത് കേട്ടതും കുറച്ച് സങ്കടമായി. തന്നെ വന്നപ്പോൾ മുതൽ സിദ്ധുവേട്ടൻ ഒന്നും ശ്രദ്ധിക്കുക പോലും ചെയ്യുന്നില്ല. സംസാരിക്കാൻ അവസരം കിട്ടിയിട്ട് ഒഴിഞ്ഞു മാറുന്നു. എന്തിനാ സിദ്ധുവേട്ടൻ ഇങ്ങനെ എന്നോട് അകൽച്ച കാണിക്കുന്നത്? എത്ര നാളായി സിദ്ധുവേട്ടനോടും എൻ്റെ മനസ്സിലുള്ളത് തുറന്നു പറയാനായി ഞാൻ കാത്തിരിക്കുന്നു. അവളുടെ കൺകോണിൽ നനവ് രൂപപ്പെട്ടു. കയറുന്നില്ല നിങ്ങൾ? വിച്ചു ചോദിച്ചു. എപ്പോഴേ കയറി കഴിഞ്ഞു, മിന്നു കയറിക്കൊണ്ട് പറഞ്ഞു. അങ്ങനെ അവർ യാത്രയായി. തണുപ്പ് കൂടിക്കൂടി വന്നപ്പോൾ മനസ്സിലായി വാഗമൺ എത്താറായി എന്ന്. കോടമഞ്ഞുകളാൽ മൂടപ്പെട്ട് കിടക്കുവാണ് അവിടെ. അതാണ് ആ സ്ഥലത്തിൻ്റെ അഴക് വർദ്ധിപ്പിക്കുന്നത്. പോരാത്തതിന് നല്ല തണുത്ത കാറ്റ് നന്നായി വീശിയടിക്കുന്നുണ്ട്. മഞ്ഞണിക്കൊമ്പിൽ ഒരു കിങ്ങിണിത്തുമ്പിൽ താനിരുന്നാലും ഞാടിടുന്നൊരു സുമംഗലിക്കുരുവി, ഇണയെവിടെ തുണയെവിടെ, ഇണയെവിടെ തുണയെവിടെ സിന്ദൂരക്കുരുവി. ആരും എന്താ മിണ്ടാത്തത്? ലച്ചു അത് ചോദിച്ചുകൊണ്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ അവരൊക്കെ തന്നെ നോക്കി നിൽക്കുന്നതാണ് അവൾ കണ്ടത്. എന്താ എന്നെ ഇങ്ങനെ നോക്കി നിൽക്കുന്നത്? അവൾ ചോദിച്ചു. ഒന്നുമില്ല ലച്ചു, നിന്റെ പാട്ട് കേട്ടൊന്ന് നിന്നു പോയതാ, രാം പറഞ്ഞു. എൻ്റെ പാട്ടിന് ആരാധകരുണ്ടെന്ന് മനസ്സിലായോ മിസ്റ്റർ സിദ്ധാർത്ഥ്? അവൾ മനസ്സിൽ സിദ്ധുവിനോട് പറഞ്ഞുകൊണ്ട് അവനെ ഒന്ന് നോക്കി. എവിടെ? തന്നെ ഒന്ന് നോക്കുന്നത് കൂടിയില്ല. വാ മിന്നു, നമുക്ക് ഒരുമിച്ച് നടക്കാം, കമോൺ. മഞ്ഞുമഴക്കാട്ടിൽ കുഞ്ഞുമുളങ്കൂട്ടിൽ രണ്ടിളം പൈങ്കിളികളോ മുത്തുമണിത്തൂവൽ കുളിരണിഞ്ഞു മെല്ലെ അവരെന്നും പറന്നിറങ്ങും ചെമ്മരിയാടുള്ള മലഞ്ചെരുവിൽ നല്ല ചന്ദനം മണക്കുന്ന താഴ്വരയിൽ അമ്മ മനമുഴുകും ചെല്ല മനമുറങ്ങും താലിപിളി താരാട്ടിൽ. എന്തു പറ്റി മിന്നു? മിന്നു അനങ്ങാതെ നിന്നപ്പോൾ ലച്ചു ചോദിച്ചു. ഒന്നുമില്ല ലച്ചു, ഞാൻ വിച്ചുവിൻ്റെ അടുത്ത് പോകുവാണ്. മിന്നു വേഗം തന്നെ വിച്ചുവിൻ്റെ അടുത്തേക്ക് നടന്നു. അല്ല, നീ ഇപ്പോൾ വന്നതല്ലേ ഉള്ളൂ എൻ്റെ അടുത്ത്? നടന്നു പോകുന്ന മിന്നുവിനെ നോക്കി അവൾ ചോദിച്ചു. ദേ സിദ്ധുവേട്ടൻ വരുന്നുണ്ട്, നീ സിദ്ധുവേട്ടൻ്റെ കൂടെ കൂടെ, സിദ്ധുവിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവൾ ലച്ചുവിനോട് പറഞ്ഞു. ഓ, അങ്ങേരുടെ പാര് പോകണ്? ലച്ചു പതുക്കെ പറഞ്ഞു. എന്താ നീ പറഞ്ഞേ? മര്യാദക്ക് കേൾക്കാഞ്ഞപ്പോൾ മിന്നു ചോദിച്ചു. ഒന്നും പറഞ്ഞില്ല. എന്തു പറ്റി, സിദ്ധുവേട്ടനായിട്ട് ഉടക്കിയോ? മിന്നു തിരിച്ച് ലച്ചുവിൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു. നിനക്കെങ്ങനെ മനസ്സിലായി? ലച്ചു സംശയത്തോടെ മിന്നുവിനോട് ചോദിച്ചു. നിന്നെ ഇന്നും ഇന്നലെയും കാണാൻ തുടങ്ങിയതല്ലല്ലോ, എന്താ കാര്യമെന്ന് പറയും. അങ്ങേർക്കൊരു കലാവാസന ഇല്ലെന്നേ. ഞാൻ ഇന്നലെ ബൈക്കിൻ്റെ പുറകിലിരുന്നൊരു പാട്ട് പാടിയപ്പോൾ പാടരുതെന്ന് കൽപ്പിച്ചു. എനിക്ക് ദേഷ്യം വന്നു. അപ്പോൾ ഞാൻ ശ്രീയേട്ടൻ്റെ കൂടെ കയറി. അവിടെയും പാടിയപ്പോൾ ഏട്ടനും പറഞ്ഞു പാടരുതെന്നു. എൻ്റെ മൂഡ് അതോടെ പോയി. എൻ്റെ കലാവാസന അവർ മുളയിലെ നുള്ളിക്കളഞ്ഞു. വിഷമിക്കാതെ ലച്ചു, കലാകാരനല്ലാത്തവനെ സമൂഹം ഒരിക്കലും അംഗീകരിക്കില്ല. മിന്നു അവളെ സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. ആണല്ലേ, എന്നാൽ ഞാനിത് പഠിച്ചിട്ട് തന്നെ കാര്യം, ലച്ചു പറഞ്ഞു. പൈൻ മരങ്ങളുടെ ചുവട്ടിലേക്കാണ് അവർ പോയത്. ഏക്കറുകളോളം ഉള്ള സ്ഥലത്ത് തട്ടുതട്ടായിയാണ് പൈൻ മരങ്ങൾ നിൽക്കുന്നത്. വളരെ ഭംഗിയുള്ള ഒരു കാഴ്ചയായിരുന്നു അത്. കൊള്ളാമല്ലേ അവിടെ? വിദ്യ പറഞ്ഞു. അതെ കൊള്ളാം, ശ്രീദേവി പറഞ്ഞു. ഇവിടുത്തെ കറക്കം കഴിഞ്ഞിട്ട് നമുക്ക് അങ്ങോട്ട് പോകാം, രാജേശ്വരി പറഞ്ഞു. ആ അതെ, അവിടെയാണ് പരുന്തുംപാറ, രാമേന്ദ്രൻ അങ്ങോട്ടേക്ക് കൈ ചൂണ്ടി പറഞ്ഞു. മുത്തശ്ശനും മുത്തശ്ശിക്ക് ഇവിടെയൊക്കെ ഇഷ്ടമായി എന്ന് തോന്നുന്നു, വിച്ചു അവരെ രണ്ടുപേരെയും നോക്കിക്കൊണ്ട് ചോദിച്ചു. തോന്നുന്നു എന്നോ? ഇഷ്ടമായി മക്കളെ. പണ്ടൊക്കെ ഞങ്ങളിവിടെ ഒരുപാട് വന്നിട്ടുള്ളതാണ്. അന്നൊക്കെ ചെറുപ്പമായിരുന്നു. അത് ഓർക്കുമ്പോൾ ഒരു സുഖം. ഓർമ്മയുണ്ടോ കല്ലു നിനക്ക്? രാമനാഥൻ കല്യാണിയോട് ചോദിച്ചു. അതെന്ത് ചോദ്യാ, അങ്ങനെ മറക്കാൻ പറ്റുമോ? കൈകൾ കോർത്ത് നമ്മൾ നടന്നതല്ലേ ഇതുവഴിയൊക്കെ. അത് പറയുമ്പോഴും മുത്തശ്ശിയുടെ മുഖത്ത് പുഞ്ചിരി ഉണ്ടായിരുന്നു. കല്യാണിക്കുട്ടിക്ക് നാണം വന്നല്ലോ, ലച്ചു ചിരിയോട് ചോദിച്ചു. ഒന്ന് പോകച്ചേ, കല്യാണി ചെറു ചിരിയോടെ പറഞ്ഞു. ലച്ചു പൈൻ മരത്തിൻ്റെ ചുവട്ടിൽ മരത്തെ ചുറ്റിപ്പറ്റി നിന്നപ്പോഴായിരുന്നു സിദ്ധു അവളെ വിളിച്ചത്. എന്താ?
അവൾ സംശയത്തോടെ ചോദിച്ചു. എന്താ നീ മിണ്ടാതെ ഒഴിഞ്ഞു മാറി നിൽക്കണത്? അവൻ അവളെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് ചോദിച്ചു. ഈ ചോദ്യം ഞാൻ അങ്ങോട്ടല്ല ചോദിക്കേണ്ടത്. എന്താ വന്നപ്പോൾ മുതൽ ഒരു അവഗണന? അത് ചോദിക്കുമ്പോൾ അവളുടെ ശബ്ദം ഇടറിയിരുന്നു. അവഗണനയോ? ഏയ്, അങ്ങനെയൊന്നുമില്ല, നിനക്ക് തോന്നുന്നതാവൂ, അവൻ പറഞ്ഞു. ഓ, അവൾ തിരിഞ്ഞു നിന്നു. മര്യാദക്ക് മിണ്ടിക്കോണം, അവൻ പറഞ്ഞു. ഞാൻ മിണ്ടിയില്ലെങ്കിൽ സിദ്ധുവേട്ടൻ എന്താ? അവൾ അവൻ്റെ കണ്ണിലേക്ക് നോക്കി ചോദിച്ചുകൊണ്ട് മുഖം പെട്ടെന്ന് തന്നെ മാറ്റിക്കളഞ്ഞു. ലച്ചു, സിദ്ധു അവളെ വിളിച്ചു. അവൾ അത് കേൾക്കാതെ തിരിഞ്ഞു പോകാൻ പോയതും സിദ്ധു അത് തടഞ്ഞു. അവൾ അപ്പുറത്തെ വശത്തുകൂടി പോകാൻ നോക്കിയപ്പോൾ അവൻ അവളുടെ കയ്യിൽ പിടിച്ചു. സിദ്ധുവേട്ടാ, കയ്യിൽ നിന്ന് വിട്, എനിക്ക് പോകണം, അവൻ പിടിച്ചിരിക്കുന്ന കയ്യിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. ആദ്യം നീ വഴക്കില്ലെന്ന് പറയ്, എന്നാ മാറ്റാം, അവൻ അവളെ നോക്കിക്കൊണ്ട് പറഞ്ഞു. എനിക്ക് പോകണം, മുന്നിൽ നിന്ന് മാറ്. അവൾ കൈ വിടുവിക്കാൻ ശ്രമിച്ചു. ബൈക്കിൽ വെച്ച് പാടരുതെന്ന് പറഞ്ഞതിനാണോ? ഞാൻ മാത്രമല്ലല്ലോ, ശ്രീയും അങ്ങനെ പറഞ്ഞില്ലേ? അവൻ അങ്ങനെ പറഞ്ഞിട്ടും നീ അവനോട് മിണ്ടിയല്ലോ, പിന്നെ നിനക്ക് എന്നോട് മിണ്ടിയ? അതോ ഞാൻ അറിയാത്ത വേറെന്തെങ്കിലും കാര്യമുണ്ടോ? അവൻ്റെ ചോദ്യത്തിൽ അവളൊന്ന് പതറി. വേറെന്ത് കാര്യം? ഒന്നുമില്ല, അതിൻ്റെ ഏട്ടനല്ലേ, അതുകൊണ്ടാണ് മിണ്ടിയത്, അവൾ ഉടൻ മറുപടി പറഞ്ഞു. അപ്പോൾ ഞാൻ നിനക്ക് ആരല്ലിച്ചു? അവൻ അവളുടെ അടുത്തേക്ക് വന്നുകൊണ്ട് ചോദിച്ചു. നിങ്ങളെൻ്റെ ആരാ? അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. പെട്ടെന്ന് അവൻ അവളുടെ കാതോരമായി വന്ന് എന്തോ മൊഴിഞ്ഞു. അത് പറഞ്ഞവൻ അവളെ മറികടന്നു പോയി. ലച്ചു അവൻ പോയ വഴിയെ നോക്കി നിന്നു. അവളുടെ ചുണ്ടുകളിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. അവളുടെ കണ്ണുകൾ സന്തോഷത്താൽ നിറഞ്ഞു തുളുമ്പി. യാത്ര കഴിഞ്ഞവർ വീട്ടിലെത്തിയപ്പോൾ സമയം 10 മണി കഴിഞ്ഞിരുന്നു. ഭക്ഷണം പുറത്തുനിന്ന് കഴിച്ചതുകൊണ്ട് അവൾ ഫ്രഷായി നേരെ കിടന്നു. ക്ഷീണം നന്ദി ഉണ്ടായിരുന്നതിനാൽ മിക്കവരും ഉറക്കത്തിലേക്ക് വഴുതി വീണു. എന്നാൽ ആ വീട്ടിൽ 2 പേർ ഉറങ്ങാതെ കിടന്നു. ഫോണിൽ മെസ്സേജിൻ്റെ സൗണ്ട് കേട്ട് അവൾ അതെടുത്തു. ആ പേര് കണ്ടതും അവളുടെ കണ്ണുകൾ തിളങ്ങി. ഉറങ്ങിയോ ലച്ചു? ഇല്ല സിദ്ധുവേട്ടാ. എന്നെൻ്റെ കൊച്ചുകിടന്ന് ഉറങ്ങിക്കോ, നാളെ കോളേജിൽ പോകേണ്ടതല്ലേ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് സിദ്ധുവേട്ടാ. അത് അയച്ചതിന് ശേഷം അവൾ ഫോൺ ഓഫാക്കി മേശമേൽ വെച്ച് കിടന്നു. കോളേജിനെ പ്രകമ്പനം കൊള്ളിക്കുന്ന രീതിയിലുള്ള മുദ്രാവാക്യം വിളി കേട്ടാണ് ലച്ചുവും മിന്നുവും അങ്ങോട്ടേക്ക് നോക്കുന്നത്. നേതാവെന്ന് തോന്നിക്കുന്ന ഒരാൾ, കയ്യിൽ രക്തവർണ്ണ കൊടിയുണ്ട്. അയാൾ ചൊല്ലുന്നത് ഏറ്റു ചൊല്ലിക്കൊണ്ട് കൂടെ അനുയായികളും. കൊള്ളാമല്ലോ, ഇപ്പോഴാണ് കോളേജിൽ നിന്ന് ഉണർന്നത്, ലച്ചു അങ്ങോട്ടേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. സത്യം, മിന്നു അതിനെ ശരിവെച്ചു. അങ്ങനെ അവർ ക്ലാസ്സിലേക്ക് പോകും വഴിയാണ് പുറകിൽ നിന്നൊരു വിളി കേട്ടത്. അവർ 2 പേരും തിരിഞ്ഞു നോക്കി. അപ്പോഴാണ് മരച്ചോട്ടിലിരിക്കുന്ന സീനിയേഴ്സിനെ അവർ 2 പേരും കാണുന്നത്. ലച്ചു, നമ്മളെയാണോ അവർ വിളിച്ചത്? മിന്നു സംശയത്തോടെ ലച്ചുവിനോട് ചോദിച്ചു. ആവോ, ലച്ചു സംശയത്തോടെ നിന്നു. നിങ്ങളെ തന്നെയാണ് വിളിച്ചത്, അതിലൊരാൾ പറഞ്ഞു. എന്തിനായിരിക്കും മിന്നു അവർ നമ്മളെ വിളിച്ചത്? അങ്ങോട്ടേക്ക് പോകും വഴി ലച്ചു മിന്നുവിനോടായി ചോദിച്ചു. വാ, ചോദിക്കാം, മിന്നു ലച്ചുവിനോട് പറഞ്ഞു. എന്താ ചേട്ടാ? അവരുടെ അടുത്ത് ചെന്നതും മിന്നു ചോദിച്ചു. പേരെന്താ നിങ്ങളുടെ? ഒരാൾ മുന്നിലേക്ക് വന്നുകൊണ്ട് ചോദിച്ചു. മേഘ്ന രവീന്ദ്രൻ, മിന്നു പറഞ്ഞു. ശ്രീലക്ഷ്മി രാമേന്ദ്രൻ. അയാളുടെ നോട്ടം തന്നിലേക്ക് എത്തിയപ്പോൾ ലച്ചു പറഞ്ഞു. ഡിപ്പാർട്ട്മെൻ്റ് ഏതാ? അവൻ ചോദിച്ചു. കൊമേഴ്സ്, മിന്നു അവനോട് പറഞ്ഞു. ആഹാ, നമ്മുടെ ഡിപ്പാർട്ട്മെൻ്റ് ആണല്ലോ, കൂടെ നിന്നൊരാൾ പറഞ്ഞു. ഇവർക്കിപ്പോൾ എന്ത് പണി കൊടുക്കും? അതിലൊരുത്തൻ അവിടെ നിന്നുകൊണ്ട് ആലോചിച്ചു. നീ ഒരു പാട്ട് പാട്, അവൻ ലച്ചുവിനോട് പറഞ്ഞു. ഞാനോ? എന്നെ കണ്ടാൽ പാട്ടുകാരിയാണെന്ന് തോന്നുന്നു, ലച്ചു മനസ്സിൽ ചിന്തിച്ചു. അതെ, എന്തേ, സീനിയേഴ്സ് പറഞ്ഞാൽ കേൾക്കില്ലെന്നുണ്ടോ? അവൻ കനത്തോട് ചോദിച്ചു. കേൾക്കും, പാടാം, സന്തോഷത്തോടെ അവൾ പറഞ്ഞു. കിച്ച് കിച്ച് ഓക്കെയാക്കി അവൾ പാടാൻ തുടങ്ങി. അത്തിലി ഇത്തിലി പനങ്കിത്താലി സെറ്റിമി സെറ്റിമിസാ, അച്ഛനും കൊച്ചനും കൊച്ചനെ എത്തി സെറ്റിമി സെറ്റിമിസാ, കുക്കുരു കുക്കുറുക്കൻ കക്കിരി കക്കും കാറുമ്പൻ പണ്ടൊരു കാട്ടിലെത്തി. മുന്തിരി കണ്ടു കൊതിച്ച് നാക്കിൽ വെള്ളം കൊതിച്ച് കൊമ്പത്തു നോക്കി നിന്നു. ദൂരെ നിന്നു കളി പറഞ്ഞു കുറുകും കുരുന്നു കാക്കക്കുരുവി. എന്തിനെൻ്റെ കുട്ടിക്കുറുക്ക അരുതാത്ത കാര്യം നോക്കി കൊതിച്ചു. കുക്കുരു കുക്കുറുക്കൻ ഉത്തരമെന്നു പറഞ്ഞു മുന്തിരി പൊളിക്കുമെന്ന്. മുന്തിരി കണ്ടു കൊതിച്ച് നാക്കിൽ വെള്ളം കൊതിച്ച് കൊമ്പത്തു നോക്കി നിന്നു. മതിയോ ചേട്ടാ? അവൾ പുഞ്ചിരിയോടെ ചോദിച്ചു. മതി,
മീഞ്ഞ കണ്ണുകൾ നേരെയാക്കി അവൻ പറഞ്ഞു. പാട്ട് കേൾക്കണമെന്ന് തോന്നുമ്പോൾ പറയണം, ഞാൻ പാടിത്തരാം. അവൾ അവനെ നോക്കി ചിരിയോട് പറഞ്ഞു. ആ അതൊക്കെ, അവൻ അവളോട് പറഞ്ഞു. പാവം ചേട്ടന്മാർ, അവരുടെ അവസ്ഥ കണ്ടിട്ട് ചിരിക്കണോ കരയണോ എന്നറിയില്ല. എന്തായാലും ഒന്നും ചെയ്യണ്ട, അതാ നല്ലത്. മിന്നു മനസ്സിൽ ചിന്തിച്ചു. തുടരും.